RMP നേതാവ് KS ഹരിഹരന്റെ വീടിന് നേരെ ഉണ്ടായ സ്ഫോടനത്തിൽ കണ്ടാലറിയാവുന്ന 3 പേർക്കെതിരെ കേസെടുത്തു. ഇന്നലെ രാത്രി വീടിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിയുകയായിരുന്നു. കാറിൽ ഒരു ചുവന്ന ഹ്യുണ്ടായി കാറിൽ 5 പേരോളം ഉള്ള ഒരു സംഘം വന്നിട്ട് ഇവിടുന്ന് ഇറങ്ങിവാട എന്ന് പറഞ്ഞാൽ അസഭ്യം പറയുണ്ടായി. ഞങ്ങളവരുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവർ വണ്ടി എടുത്ത് പോയി. വീണ്ടും 2-3 തവണ ആ വണ്ടി ഇതിലേക്ക് ഇറങ്ങി നിന്നത്. അതിനുശേഷം രാത്രി ഒരു 8:15 ഈ വന്നിട്ട് 2 പേര് ബൈക്കിൽ വന്നിട്ട് സ്ഫോടക വസ്തു എറിയുന്നത്. അതിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നത്. അപ്പം മതിലിൽ തട്ടിയിട്ടത് ചെതറിപ്പോവുകയാണ് ചെയ്തത്. അതേസമയം സ്ത്രീ വിരുദ്ധ പരാമർശത്തിൽ ഹരിഹരനെതിരെ വടകര പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി ഷഹീദ് ചേരുന്നു. ഗുഡ് മോർണിംഗ് ഷഹീദ്, കണ്ടാലറിയാവുന്ന 3 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. മറ്റെന്തെങ്കിലും തുടർ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ? രാഷ്ട്രീയ പാർട്ടിക്ക് CPM ഇതിൽ പങ്കുണ്ട് എന്നൊക്കെയാണ് ഹരിഹരൻ ആരോപിക്കുന്നതും. മൊത്തി തേജിപ്പലം പോലീസാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 3 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ബോംബ് സ്ക്വാഡ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ട് രാവിലെ തന്നെ സ്ഥലത്തെത്തിയിരുന്നു. ഫോറൻസിക് സംഘം ഇതുവരെ എത്തിയിട്ടില്ല. അവർ കൂടി എത്തിയിൽ കഴിഞ്ഞാൽ മാത്രമേ ഏത് തരത്തിലുള്ള സ്ഫോടക വസ്തുവാണ് ഉപയോഗിച്ചത് എന്നതടക്കമുള്ള വിശദമായ കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഏതായാലും ഈ ഹരിഹരന്റെ വീട്ടിന് മുമ്പിലുള്ള ഈ മതിലിലേക്കാണ് സ്ഫോടക വസ്തു വീണത്. നമുക്ക് കാണാം അതിൻ്റെ ഒരു ഭാഗത്ത് കല്ല് പൊട്ടിയിട്ടുണ്ട്. തൊട്ട് പിറകിലുള്ള മരത്തിൽ ഒരു കരിഞ്ഞ പാട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഒരു വെടിമരുന്നിൻ്റെയൊക്കെ ചെറിയൊരു മണം നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ഈ ഫോറൻസിക് സംഘം എത്തി ഈ കാര്യമൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും RMP പ്രവർത്തകർ പറയുന്നത് ഒരു ഉഗ്രശേഷിയുള്ള ഒരു സ്ഫോടക വസ്തുവാണ് എറിഞ്ഞത്. വലിയൊരു തീനാളം അഗ്നി പുറത്തേക്ക് മുകളിലേക്ക് ഉയരുന്നതൊക്കെ കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും മതിൽ തട്ടി ആ സ്ഫോടക വസ്തു മതിൽ തട്ടി പൊട്ടിയതിനാൽ ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. ഇന്നലെ ഉച്ച മുതൽ തന്നെ RMP പ്രവർത്തകരൊക്കെ KS ഹരിഹരൻ്റെ ഈ വീട്ടിൽ ഉണ്ടായിരുന്നു. ഇന്നലെ ഹരിഹരൻ്റെ വീട്ടിലേക്ക് ഇന്നലെ ഈ വടകര പ്രസംഗവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധ മാർച്ച് CPM സംഘടിപ്പിച്ചിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ പിന്നീട് അത് ആ മാർച്ച് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് തൊട്ടടുത്തുള്ള ഒരു അങ്ങാടിയിലേക്ക് മാറ്റി. അത് മാറ്റിയതിന് പിന്നിൽ തന്നെ ഇങ്ങനെ ഈ വീട്ടിലേക്ക് ഒരു സ്ഫോടക വസ്തു അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു സംഭവം CPM പ്ലാൻ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് വീട്ടിലേക്കുള്ള ഈ മാർച്ച് മാറ്റി അത് ഒരു അങ്ങാടിയിലേക്ക് മാറ്റുകയും പകരം വൈകിട്ട് 8 രാത്രിയോടുകൂടി ഇങ്ങനെ വീടിന് നേരെ ഒരു ആക്രമണം സംഘടിപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഹനെ CPM ജില്ലാ സെക്രട്ടറി, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹൻ്റെ അറിവോടുകൂടിയാണ് വടകര രജിസ്ട്രേഷനിലുള്ള കാറാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മോഹനെ ചോദ്യം ചെയ്യണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. ഈ നേരത്തെ എത്തിയ ഈ കാർ നേരത്തെ ഹരിഹരൻ സൂചിപ്പിച്ചിരുന്നു. ഉച്ചയോടുകൂടി ഒരു കാറിലെത്തിയ സംഘം വീട്ടിന് മുമ്പിൽ വന്നു ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ബഹളമുണ്ടാക്കുകയായിരുന്നു. ഈ കാറിൻ്റെ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് ഇവർ കൈമാറിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പ്രതികളെ പിടികൂടാൻ കഴിയുന്ന തെളിവുകൾ തങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നാണ് ഹരിഹരൻ ഉൾപ്പെടെയുള്ള പറയുന്നത്. പക്ഷേ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. CCTV ദൃശ്യങ്ങളൊക്കെ സമീപത്തുനിന്ന് ശേഖരിച്ചാൽ ഒരുപക്ഷെ വന്ന സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പോലീസിന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. ഏതായാലും ഈ വടകര കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ വാദപ്രതിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് വടകര കേന്ദ്രീകരിച്ച്